ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ലോകോത്തര മൾട്ടിനാഷണൽ കമ്പനിയിലെ തൊഴിലവസരവുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് അയർലൻഡ് ആസ്ഥാനമായിട്ടുള്ള ആക്സെഞ്ചറിലാണ്. ആക്സെഞ്ചറിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിവിധ ലൊക്കേഷനുകളിലേക്കായിട്ട് ഒട്ടനവധി വേക്കൻസീസ് ആണ് നിലവിൽ അവരിപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്. ആക്സെഞ്ചറിന്റെ ഒരു ബൾക്ക് ഹയറിംഗ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഫ്രഷേഴ്സ് അതേപോലെ അപ് ടു ഒരു 1 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇവരുടെ അസസ്മെന്റ് അതായത് എക്സാംസ് എങ്ങനെയാണോ വരുന്നത്, എക്സാംസിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അവർ ചോദിക്കുന്ന എലിജിബിലിറ്റി എന്താണ് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പോസ്റ്റിന്റെ പേര് വരുന്നത് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ് അസോസിയേറ്റ് എന്നാണ്. 2022-23 പാസ് ഔട്ട് ആവുന്ന കാൻഡിഡേറ്റ്സിനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. എക്സ്പീരിയൻസ് അപ് ടു ഒരു 11 മന്ത്സ് വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിൽ അപ്ലൈ ചെയ്യും. അതേപോലെ 0 മന്ത് ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു സാലറി സ്കെയിൽ ഇയർലി ആണ് കൊടുത്തിട്ടുള്ളത്. 3,44,200 ആണ് ഇയർലി CTC വരുന്നത്. നമുക്കറിയാം ഫ്രഷേഴ്സിന് ഒരു ആവറേജ് ഇന്ത്യയിൽ കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു CTC തന്നെയാണ് ഈ 3,44,200 എന്നുള്ളത്. പിന്നെ ഇതൊരു ഫുൾ ടൈം ജോബാണ്, അതായത് ഒരു കോൺട്രാക്ട് ജോബ് കാര്യങ്ങളൊന്നുമല്ല. ആക്സെഞ്ചറിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, ഫുൾ ടൈം ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ വിവിധ ലൊക്കേഷനുകളിലേക്ക്, ഇന്ത്യയിലെ ആക്സെഞ്ചറിന്റെ വിവിധ ഓഫീസസിലേക്കായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ അവർ കൊടുത്തിട്ടുള്ളത് ബാംഗ്ലൂർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ചെന്നൈ ഉണ്ട്, കോയമ്പത്തൂർ ഉണ്ട്, ഗുരുഗ്രാം ഉണ്ട്, പൂനെ ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, നാഗ്പൂർ ഉണ്ട്, ഇൻഡോർ ഉണ്ട്, മുംബൈ ഉണ്ട്, ജയ്പൂർ ഉണ്ട്. ഇത്രയും സ്ഥലങ്ങളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ജോബ് റോൾ മെയിൻലി നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഏരിയ എന്ന് വെച്ചാൽ ആപ്പ് അഥവാ ക്ലൗഡ് എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യേണ്ടി വരും, പ്രോജക്ട് കൺട്രോൾ സർവീസസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അതേപോലെ ലോ അഥവാ നോ കോഡ് ആപ്പ് ഡെവലപ്മെന്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, ടെസ്റ്റ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗിൽ ഉണ്ടാവും. സോ ഈ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ വർക്ക് മെയിൻലി ഫോക്കസ് ചെയ്ത് വരുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് BSc, BCA, BBA, BA, BCom, BVoc, അതേപോലെ ഡിസൈൻ, MSc അത് നോൺ CSO IT മേഖലയിൽ നിന്ന്, അതേപോലെ MA, MCom, MFA മുതലായ അത്യാവശ്യം കോമൺ ആയിട്ടുള്ള എല്ലാ ഡിഗ്രി മേഖലയിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് 2022-23 പാസ് ഔട്ട്സ് ആവണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ പാർട്ട് ടൈം എഡ്യൂക്കേഷനോ അവർ കൺസിഡർ ചെയ്യില്ല, ഫുൾ ടൈം എഡ്യൂക്കേഷൻ ആയിരിക്കണം എന്നൊരു കാര്യം അവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ആക്റ്റീവ് ആയിട്ടുള്ള ബാക്ക്ലോഗ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം BE അഥവാ BTech, ME, MTech, MSc അത് CS, IT ബ്രാഞ്ച് അല്ലെങ്കിൽ MBA, PGDM കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യരുത്, നിങ്ങൾ എലിജിബിൾ അല്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഒരു BTech കാൻഡിഡേറ്റ്സിനൊക്കെ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലൊക്കെ അല്ലാണ്ട് തന്നെ അവർ ഒരുപാട് ആപ്ലിക്കേഷൻസ് വിളിക്കുന്നുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ബാക്ക്ലോഗ്സ് ഉണ്ടാവരുത് പറയുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഒരു സ്റ്റഡി ഡ്യൂറേഷൻ്റെ ടൈമിൽ ഒരുപാട് കരിയർ ഗ്യാപ്സ് അല്ല, എഡ്യൂക്കേഷൻ ഗ്യാപ്സ് ഒരുപാടൊന്നും വരരുത് എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു വെബ് പേജിലാണ് എത്തുന്നത്. ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. വായിക്കുക, എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക. ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതേപോലെ എലിജിബിലിറ്റിയിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി അസസ്മെന്റിൽ അവർ ചോദിക്കുന്ന അസസ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ അസസ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ സിസ്റ്റം യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഒരു മോക്ക് അസസ്മെന്റ് ആണ് ഉണ്ടാവുക. അതിൽ നിങ്ങളൊന്ന് ഫെമിലിയർ ആവും, എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, അസസ്മെന്റ് എന്താണ്, അതിന്റെ ടൈംസ് എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു മോക്ക് അസസ്മെന്റിൽ ഉണ്ടാവുക. അതിനുശേഷം അസസ്മെന്റ് 1 വരുന്നത് കോഗ്നേറ്റീവ് അസസ്മെന്റ് ആണ്. കോഗ്നേറ്റീവ് അസസ്മെന്റിൽ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 50 ചോദ്യങ്ങളിൽ ഇംഗ്ലീഷ് എബിലിറ്റി ചെക്ക് ചെയ്യും, ക്രിട്ടിക്കൽ തിങ്കിങ് അഥവാ പ്രോബ്ലം സോൾവിങ് ചെക്ക് ചെയ്യും, അതുപോലെ അബ്സ്ട്രാക്ട് റീസണിങ് മേഖലയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. അത് അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ടെക്നിക്കൽ അസസ്മെന്റ് ആയിരിക്കും. ടെക്നിക്കൽ അസസ്മെന്റ് ഒരു എലിമിനേഷൻ അല്ല, ബട്ട് അതിന്റെ മാർക്ക് അവർ കൺസിഡർ ചെയ്യുന്നതാണ്. അതിൽ മെയിൻലി MS ഓഫീസിന്റെ നോളേജ് ചെക്ക് ചെയ്യും, സ്യൂഡോ കോഡിലുള്ള നോളേജ് ചെക്ക് ചെയ്യും, അതേപോലെ നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി മേഖലയിലുള്ള നിങ്ങളുടെ നോളേജ് ചെയ്യും, ഫണ്ടമെന്റൽസ് ഓഫ് ക്ലൗഡ് ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുക. സോ എക്സാം ഡയറക്റ്റ് പെട്ടെന്ന് എഴുതുന്നതിന് മുന്നേ ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് നെറ്റിൽ ബ്രൗസ് ചെയ്യുക, ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് എങ്കിലും അറിഞ്ഞ് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ആ ഒരു അസസ്മെന്റ് ലിങ്കിൽ കയറി ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട്. അതിനുശേഷം തേർഡ് അസസ്മെന്റിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ് ആണ്. മെയിൻലി നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇംഗ്ലീഷിലുള്ള നോളജ് ആണ് ചെക്ക് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് ആണ് അപ്രോക്സിമേറ്റ് പറയുന്നത്. സെന്റൻസ് മാസ്റ്ററി ഉണ്ടാവും, വൊക്കാബുലറി ഉണ്ടാവും, ഫ്ലുവൻസി ഉണ്ടാവും, പ്രൊനൗൺസിയേഷൻ ഉണ്ടാവും മുതലായ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു തേർഡ് റൗണ്ടിൽ ചെക്ക് ചെയ്യുക.
സോ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആ ലിങ്കിൽ കയറുക. ലിങ്കിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ നൗ എന്നുള്ള ഒരു ബട്ടൺ കാണും. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തുക. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ ഫോം ഫ്രഷ് ആയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സോ വളരെ നല്ലൊരു അവസരമാണ്. ആക്സെഞ്ചറിലാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. MNCയിലാണ് ഈ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ആക്സെഞ്ചർ ഓഫീസേഴ്സ് ഉള്ള എല്ലാ സിറ്റീസിലും വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ ഫ്രഷേഴ്സിനൊക്കെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. കാരണം നിങ്ങളുടെ ഫസ്റ്റ് ജോലി തന്നെ ആക്സെഞ്ചർ പോലുള്ള ഒരു MNCയിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ കരിയർ ഗ്രോത്തിനൊക്കെ നല്ലൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവായി അവരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്